जय हरे जय राधा माधव जय कुंज विहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरं हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तु ते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ പ്രണാമം. നമ്മള് ഗർഗഭാഗവതത്തിന്റെ അടുത്ത ചാപ്റ്ററിൽ അതിന് മുമ്പ് ഒരു ഇച്ചിരിയും കൂടെ പറഞ്ഞു നിർത്താനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകും. നമ്മൾ ലാസ്റ്റ് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഒന്നുകൂടെ പറയാനോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓർമ്മിപ്പിച്ചാൽ ഡൗട്ട് വരും. ഓക്കെ. അപ്പൊ നമ്മള് ഗർഗഭാഗവതം സ്റ്റാർട്ട് ചെയ്തപ്പോ ആദ്യം തൊട്ടുള്ളത് കാര്യം ജസ്റ്റ് ഒരു റീക്യാപ്പ് നമ്മൾ പറയുവാണെങ്കിൽ, ഗർഗഭാഗവതം എന്താണ്, നാരദ മഹർഷി എന്താണ് ഗർഗ മഹർഷിയുടെ അടുത്ത് ഗർഗഭാഗവതം രചിക്കണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗർഗ മഹർഷി ഗർഗാജലത്തിൽ പോയിട്ട് അവിടെ തപസ്സിരുന്ന് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഗർഗഭാഗവതം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഗർഗ മഹർഷി എന്താണ് ഇതെല്ലാം ശൗനക മഹർഷിക്കും സൂത മഹർഷിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ലെ. എന്നിട്ട് നമ്മള് അത് കഴിഞ്ഞ് പറഞ്ഞത് ഗർഗഭാഗവതം വായിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന മഹത്വം, ഗർഗസംഹിതയുടെ മഹത്വമാണ് പറഞ്ഞത്. അതായത് ഈ ഗർഗഭാഗവതം വായിക്കുന്നത് കൊണ്ട് ആ വായിക്കുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും എങ്ങനെ അത് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതൊരു രാജാവിന്റെ കഥയിലൂടാണ് നമ്മളത് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ശ്രീകൃഷ്ണ മഹാത്മ്യ വർണ്ണനയാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എന്താണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങളെ പറ്റി പറഞ്ഞു, ഓരോ
തരത്തിലുള്ള അവതാരങ്ങൾ, അംശാവതാരം പറഞ്ഞു, ശക്തി ആവേശ അവതാരം പറഞ്ഞു, കലാവതാരം പറഞ്ഞു, അംശാവതാരം പറഞ്ഞു, പൂർണ്ണ അവതാരം പറഞ്ഞു, അവസാനം നമ്മൾ പറയുന്നത് പരിപൂർണതമ, അതായത് ശ്രീകൃഷ്ണൻ തന്നെ. കൃഷ്ണനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഓൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പരിപൂർണമായിട്ടുള്ള അവതാരം. എന്ന് വെച്ചാൽ കൃഷ്ണൻ അവതാരം എടുക്കുന്നില്ല, കൃഷ്ണൻ അവതാരിയാണ്. ഓക്കെ, കൃഷ്ണനിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള ഓരോ അവതാരങ്ങൾ വരുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ പറഞ്ഞത്, അതായത് ബ്രഹ്മാവും ബാക്കിയുള്ള ദേവന്മാരുമെല്ലാം ഗോലോകത്ത് പോവാണ്. എന്തിനാ പോകുന്നത്? നമ്മളപ്പോ പറഞ്ഞു, ഭൂമിയില് അസുരന്മാരായിട്ടുള്ള ആൾക്കാർ കൂടി വന്നപ്പോഴത്തേക്കും ഭൂമി ദേവിക്ക് ഭാരം സഹിക്കാതെ വന്നപ്പോഴത്തേക്കും ഭൂമി ദേവി ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ച് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ആദ്യം സഹായത്തിന് വേണ്ടി പോകുന്നു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കൊന്നും ഇതിന് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്താണ് പാലാഴിയിലുള്ള ആ ഭഗവാനെ നമുക്ക് പോയി കാണാം. ശ്വേതദ്വീപിലുള്ള ആ എന്താണ് മഹാവിഷ്ണുവിനെ പോയി കാണാം എന്ന് പറഞ്ഞ് എല്ലാ ദേവന്മാരും, 33 ദേവന്മാരും മഹാദേവനും എല്ലാരും കൂടെ നമ്മുടെ ശ്വേതദ്വീപിലോട്ട് പോയി. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ മഹാവിഷ്ണുവിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മഹാവിഷ്ണു പറഞ്ഞു, ഇത് എനിക്കും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, എന്നെക്കാളും ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുണ്ട്, അവിടെ പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ബ്രഹ്മാവ് എന്ത് പറയുന്നേ? അങ്ങേക്കാളും ഇനിയും ഹയർ പൊസിഷനിലുള്ള ആളുണ്ടോ ഇനിയും? ഞങ്ങളെ സംബന്ധിച്ച് അങ്ങാണ് ഞങ്ങളുടെ എല്ലാം മാസ്റ്റർ എന്ന് പറയാനത്തേക്കും മഹാവിഷ്ണു എല്ലാരും കൂടെ ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വെളിയിൽ പോയി ഗോലോകത്തിലേക്ക് പോവുകയാണ്, അല്ലെ? അപ്പൊ ആ ബ്രഹ്മാണ്ടത്തില് ഒരു ചെറിയൊരു പൊട്ടലുണ്ട്. ആ പൊട്ടലിലൂടെ ഇവര് രഥമൊക്കെ കയറി, എന്താണ്, രഥമല്ലല്ലോ, ഇതുപോലെ ആ സമയത്തും ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഒക്കെ, ഇതുപോലൊക്കെ ഇരിക്കാം. അങ്ങനെ ബാക്കിയുള്ള ദേവന്മാരും മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് ഇവരെല്ലാരും കൂടെ ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വെളിയിൽ പോയി ആ കാരണോദക ജലത്തിലൂടെ പോയി അവസാനം ഗോലോക വൃന്ദാവനത്തിൽ എത്തുകയാണ്. ഗോലോക വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എന്താണ് അവിടെ കണ്ട കാഴ്ചകളെല്ലാം നമ്മൾ പറയാണ്. അവിടെ ഗോവർദ്ധനം കണ്ടു, അവിടെ യമുനാ നദി ഒഴുകുന്നത് കണ്ടു, അവിടെ കുറെ ഗോപികമാരിങ്ങനെ നടക്കുന്നത് കണ്ടു. അങ്ങനെ 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 എന്താണ് ഗോലോക വൃന്ദാവനത്തിലോട്ട് പോയി അതിനകത്തുള്ള ആ പ്രൈവറ്റ് ആയിട്ടുള്ള കൃഷ്ണനും രാധാറാണിയും ബാക്കി അഷ്ടസഖികളും ഒക്കെ ഇരിക്കുന്ന ആ ഒരു നികുഞ്ചത്തിലെത്തി ശ്രീകൃഷ്ണനെ അവിടെ കണ്ടു. ശ്രീകൃഷ്ണന്റെ അടുത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങള് ശ്രീകൃഷ്ണനെ കണ്ടു. അതായിരുന്നു, അവിടം വരെ ആയിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴത്തേക്കും എന്താണ് കൃഷ്ണൻ പറയുന്നേ? എന്താണ് പറയുന്നേ? ഓർമ്മയുണ്ടോ? മൂന്നാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും അവിടെ ബ്രഹ്മാവ് എല്ലാ പ്രശ്നങ്ങളും പറയേണ്ട ആവശ്യം വന്നില്ല. ഭഗവാൻ ഓൾറെഡി അറിയാം എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്താണ്, ഭൂമിയിൽ ഞാൻ അവതരിക്കാൻ സമയമായിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ അവതരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഭഗവാൻ അവതരിക്കുമ്പോഴത്തേക്കും കൃഷ്ണൻ മാത്രം വന്ന് അവതരിച്ചിട്ട് പോവല്ല. ഭഗവാന്റെ കൂടെയുള്ള എല്ലാവരും എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു വേഷമെങ്കിലും ഭഗവാന്റെ കൂടെ എന്താണ് അവര് എന്താണ് കൃഷ്ണന്റെ കൂടെ നടക്കാനായിട്ട് അവരും പോയി ഭൂമിയിൽ ഓരോ വേറെ വേറെ വേഷത്തിൽ അവിടെ ജനിക്കുന്നതാണ്. അപ്പൊ ഇവരെല്ലാം എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഭഗവാന്റെ ഒരു സേവ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ എങ്ങനെങ്കിലും ഏതെങ്കിലും അവരുടെ കഴിവിനനുസരിച്ച് ഭഗവാനെ സേവിക്കാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവരെല്ലാം ഓരോരുത്തരുടെ മകനായിട്ടും ഓരോരുത്തരായിട്ടും ഒക്കെ ജനിക്കുന്നത് ഭഗവാന്റെ കൂടെ. അപ്പൊ അതാണ് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത്, ആരൊക്കെ ആരായിട്ടൊക്കെ ജനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ബാക്കി എന്താണ് പറയുന്നത്? അപ്പോ ഇങ്ങനെ ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ബ്രഹ്മാവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഹരേ കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഫോണിലൂടെ എടുത്തോട്ടെ. ഹരേ കൃഷ്ണ. കേൾക്കാം. വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കൃഷ്ണൻ ബ്രഹ്മാണ്ടത്തിലോട്ട് പോവുകയാണ്. രാധാറാണിക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപ്പോ കൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരം രാധാറാണിക്ക് മനസ്സിലാകുകയാണ്, എനിക്ക് ഇപ്പൊ കൃഷ്ണൻ ബ്രഹ്മാണ്ടത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിരഹം എനിക്ക് അനുഭവിക്കേണ്ടി വരും. എനിക്ക് കൃഷ്ണൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവനോട് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് രാധാറാണിയോട് മനസ്സിലാക്കിയിട്ട് രാധാറാണി പറയാണ്, അവിടുന്ന് ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ബ്രഹ്മാണ്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായി അങ്ങ് എന്റെ വാക്ക് കേൾക്കൂ, എന്റെ വാക്ക് കേൾക്കൂ എന്ന് പറയാണ്. ഹേ പ്രാണനാഥ, അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവനോടെ ഇരിക്കില്ല. അങ്ങ് എന്റെ വാക്ക് ഒന്നും കൂടെ കേട്ടോളൂ. ഞാൻ ദണ്ടി പറയുന്നത് വാക്ക് ഒന്നും കൂടെ കേൾക്കൂ. ഞാൻ എന്താണ് എന്താണ് എന്നെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനാണോ ഒരു കർപ്പൂരത്തിന്റെ പൊടി, നമ്മൾ ചുമ്മാ കർപ്പൂരം ഒക്കെ വെച്ച് കഴിഞ്ഞാല് അതങ്ങ് ആവിയായി പോകത്തില്ലേ, അതുപോലെ എങ്ങനാണോ ഒരു കർപ്പൂരത്തിന്റെ പൊടി പോലെ എന്റെ ശരീരവും ഇല്ലാതാകും എന്ന് പറയാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ പറയാണ്, ഹേ രാധികെ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നിന്നെയും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഭൂമിയുടെ ഭാരമെല്ലാം തീർത്തിട്ട് അവസാനം നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് പറയാണ്. അപ്പൊ രാധാറാണി പറയാണ്, എന്താ പറയുന്നേ, ഈ ഗോവർദ്ധനവും ഈ യമുനയും ഈ നികുഞ്ചങ്ങളും എന്താണ് ഈ വൃന്ദാവനം ഒക്കെ വിട്ടിട്ട് എനിക്ക് ഒരിക്കലും വേറെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അവിടെ സന്തോഷം കിട്ടത്തില്ല എന്ന് രാധാറാണി അവിടെ പറയാണ്. അപ്പോഴത്തേക്കും ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യാണെന്നറിയോ? ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിക്ക് വേണ്ടി സ്വധാമത്തിന്റെ 84 ദിവ്യ കോശ സ്ഥലം, കോശം ഒരു ക്വാണ്ടിറ്റി ആണ് എന്ന് വെച്ചാൽ ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ എന്താണ് ആ ഗോലോക വൃന്ദാവനത്തിന്റെ 84 കോശം എടുത്തിട്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യാണ്? ഭൂമിയിൽ വെക്കുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭൂമിയിലുള്ള വൃന്ദാവനം. ഓക്കെ, അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിക്ക് വേണ്ടി സ്വധാമത്തിൽ നിന്നിട്ട് 84 ദിവ്യം കോശം സ്ഥലം. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഗോവർദ്ധന പർവ്വതം വരുന്നുണ്ട്, യമുനാ നദി വരുന്നുണ്ട്. അതെല്ലാം ഭൂമിയിൽ കൊണ്ട് ഭഗവാൻ അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോ ആ സമയത്ത് എല്ലാ ദേവന്മാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ആ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണൻ അപ്പൊ തന്നെ അത്രയും ആ ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു പോർഷൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലം കൊണ്ടുപോയി നമ്മുടെ ഭൂമിയിൽ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാരും ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത് നമുക്ക് നോക്കാം. ബ്രഹ്മാവ് ശ്രീകൃഷ്ണന്റെ അടുത്ത് അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തോന്ന് നോക്കാം. ശ്രീ ബ്രഹ്മാവ് ചോദിച്ചു, ഹേ ഭഗവാനെ, എന്റെ സ്ഥാനം ഏതാണ്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എന്താണ്, ഓരോ ദേവന്മാരും ഓരോരുത്തരായിട്ട് ഭൂമിയിൽ കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് അവതരിക്കണം. അപ്പൊ ബ്രഹ്മാവ് ചോദിക്കുകയാണ്, ഞാൻ ഭൂമിയിൽ അവതരിക്കുകയാണെങ്കിൽ ഞാൻ ആരായിട്ടാണ് അവതരിക്കാൻ പോകുന്നത് എന്ന് കൃഷ്ണന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ എവിടാണ് അവതരിക്കുന്നത്, എങ്ങനെയാണ് അവതരിക്കുന്നത്, ഏത് പേരിലാണ് അവതരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പറയാണ്, ബ്രഹ്മാവ് പറയാം, അങ്ങും ആരായിട്ടാണ് അവതരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണൻ പറയാണ്, ഞാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. എന്റെ ഭാഗമായിട്ടുള്ള ശേഷനാഗം രോഹിണിയുടെ ഗർഭത്തിൽ അവതരിക്കും. പിന്നെ ലക്ഷ്മി ദേവി ഭീഷ്മക രാജാവിന്റെ മകളായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. ആ സമയത്ത് ലക്ഷ്മി ദേവിയുടെ പേര് രുക്മിണി എന്നായിരിക്കും. പിന്നെന്താണ് പറഞ്ഞത്? പാർവതി ഭൂമിയിൽ ജാമ്പവതി ആയിട്ടായിരിക്കും അറിയപ്പെടുക. ഓക്കെ. പിന്നെ യജ്ഞനാരായണന്റെ ഭാര്യയായിട്ടുള്ള ദക്ഷിണ ലക്ഷ്മണ എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുക. പിന്നെ വിരജ ഭൂമിയിൽ കാളിന്തിയായിട്ടായിരിക്കും അവതരിക്കുക. അങ്ങനെ
ഓരോരുത്തരും ആരൊക്കെയായിട്ടാണ് ജനിക്കുന്നതെന്ന് പറയാണ്. പിന്നെ ഓക്കെ, അങ്ങനെ ശ്രീകൃഷ്ണൻ ഓരോ എന്താണ് വൃഷഭാനുവിന്റെയും കീർത്തിതയുടെയും മകളായിട്ടായിരിക്കും രാധാറാണി ജനിക്കുക. പിന്നെന്താണ്, ആ രാസലീല നടക്കുമ്പോഴുള്ള ഗോപികമാരെല്ലാരും അവിടെ വ്രജഭൂമിയിൽ തന്നെ, വ്രജമണ്ഡലത്തിൽ തന്നെ അവിടെ ഓരോ ഗോപന്മാരുടെയും അല്ലെ അവരുടെ മകളായിട്ട് ജനിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യം പറഞ്ഞാണ് നമ്മുടെ 3-ാമത്തെ അധ്യായം തീരുന്നത്. ഇത്രയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഡൗട്ടില്ല. അടുത്തത് 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോഴത്തേക്കും നന്ദന്റെ ലക്ഷണം അല്ലെങ്കിൽ ശ്രുതിമാരുടെ ഗോപികാ ഭാവം നമുക്ക് നോക്കാം. അപ്പോ ശ്രീകൃഷ്ണൻ പറയാണ്, ഹേ ബ്രഹ്മാവേ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സുബാലൻ, ശ്രീധാമ മുതലായിട്ടുള്ള എന്റെ ചങ്ങാതിമാരെല്ലാവരും നന്ദന്മാരുടെയും ഉപനന്ദന്മാരുടെയും വീട്ടിൽ ജനിക്കും. ഓക്കെ, അപ്പൊ മറ്റു ചങ്ങാതിമാരെല്ലാം, അതായത് അർജുനൻ, സ്തോകൻ, പിന്നെ കൃഷ്ണൻ ഈ കൃഷ്ണനല്ല, കൃഷ്ണന്റെ ഒരു എന്താണ് ഒരു ഫ്രണ്ടിന്റെ പേരും കൃഷ്ണൻ എന്നാണ്. ഓക്കെ, കൃഷ്ണൻ, അംശു, ഇവരെല്ലാം 9 നന്ദന്മാരുടെ വീട്ടിൽ ആവിർഭവിക്കും. പിന്നെന്താണ്, മണ്ഡലത്തിലുള്ള 6 വൃഷഭാനുക്കളുടെ വീടുകളിലും വിശാലൻ, ഋഷഭൻ, തേജസ്വി, ദേവപ്രസ്ഥൻ, വരൂതപൻ മുതലായവരും ജനിക്കും. അപ്പൊ കൃഷ്ണന്റെ ഓരോ കൃഷ്ണന്റെ ഓരോ എന്താണ് ഗോപാലകന്മാരുണ്ടല്ലോ, ഈ ഗോപാലകന്മാരെല്ലാം എവിടെ ജനിക്കും എന്നുള്ളതാണ് കൃഷ്ണൻ ഇപ്പം പറഞ്ഞത്. അപ്പൊ കുറെ പേരുണ്ട്. അപ്പൊ 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 ബ്രഹ്മാവ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ നന്ദൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപനന്ദൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വൃഷഭാനുക്കൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഇത് ശരിക്കും ഓരോ പൊസിഷനാണ്. ഓക്കെ, സ്ഥാനമാണ്, ഒരാളുടെ പേരല്ല ഇത്. വൃഷഭാനു എന്ന് പറയുന്നത് ശരിക്കും ഒരാളുടെ പേരല്ല, പക്ഷെ അവർക്ക് എന്താണ് ഗോകുലത്തിലുള്ള ഓരോ ആൾക്കാരുടെയും എത്ര പശുക്കൾ അവരുടെ കയ്യിലുണ്ട് അതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഒരു പേരാണ് ഈ നന്ദൻ, ഉപനന്ദൻ, വൃഷഭാനു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നു, സദാസമയം പശുക്കളെ പാലിക്കുന്നവരെയും ഗോസേവ ഉപജീവന മാർഗമായി മാറ്റിയിരിക്കുന്നവരെ ഗോപാലകന്മാരെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇതിൽ ഇവർക്ക് എത്ര ലക്ഷം പശുക്കൾ ഇവർക്കുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇവര് നന്ദനാണോ, ഉപനന്ദനാണോ, വൃഷഭാനു ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഗോപാലകന്മാരുടെ കൂട്ടത്തില് 9 ലക്ഷത്തിലധികം പശുക്കളുള്ളവരെ നന്ദന്മാരെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ വരുമ്പോഴത്തേക്കും ഞാൻ എഴുതിയിടാം. 9 ലക്ഷം പശുക്കളുള്ള ഗോപാലകന്മാരെ നന്ദന്മാരെന്നാണ് വിളിക്കുന്നത്. ഇനി 5 ലക്ഷം പശുക്കളുള്ള ഗോപാലകന്മാരെയാണ് നമ്മൾ ഉപനന്ദന്മാരെന്ന് വിളിക്കുന്നത്, ഉപനന്ദന്മാരെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി 10 ലക്ഷത്തിലധികം പശുക്കളുള്ള ഗോപാലകന്മാരെയാണ് വൃഷഭാനു എന്ന് വിളിക്കുന്നത്. അതുപോലെ 1 കോടിയിലധികം പശുക്കളുള്ള ആൾക്കാരെയാണ് നന്ദരാജാക്കന്മാരെന്ന് വിളിക്കുന്നത്. കൃഷ്ണന്റെ ഇപ്പം എന്താണ് നന്ദബാബ എന്ന് പറയുമ്പോ കൃഷ്ണന്റെ അച്ഛനായിട്ട് വരുന്ന നന്ദബാബയ്ക്ക് എത്ര ഉണ്ട്? 1 ലക്ഷം പശുക്കൾ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. 1 ലക്ഷം പശുക്കൾ, അതിലും കൂടുതൽ 1 ലക്ഷത്തിലധികം പശുക്കളുള്ള ആൾക്കാരെയാണ് നന്ദരാജാക്കന്മാരെന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇനി അടുത്തത് 50 ലക്ഷത്തിലധികം പശുക്കളുള്ള ആൾക്കാരെയാണ് ഗോപാലകന്മാരെയാണ് വൃഷഭാനു വൃഷഭാനുവരന്മാരെന്ന് വിളിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ ഇതിൽ ജസ്റ്റ് ഓരോ പൊസിഷൻസ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഗോപാലകന്മാർക്ക് എത്ര പശുക്കളുണ്ടോ അതിനനുസരിച്ച് അവരുടെ പേര് മാറും എന്നുള്ളതാണ്. അങ്ങനെ ഈ വൃഷഭാനു വരന്മാരെന്ന് പറയുന്ന 2 പേര് മാത്രമേ
ഉള്ളൂ. അതാണ് സുചന്ദ്രനും ദ്രോണനും. ഓക്കെ, ഇവർക്ക് മാത്രമേ എന്താണ് 50 ലക്ഷം പശുക്കള് ഉള്ളൂ. അങ്ങനെ അവിടെ വേറെ ആരുണ്ട്? വേറെ ശതചന്ദ്രാനന ശ്രീകൃഷ്ണന്റെ വേറൊരു സഖിയാണ്. ഈ ശതചന്ദ്രാനന ഒരു വൃഷഭാനുവരന്റെ മകളായിട്ടായിരിക്കും ജനിക്കാൻ പോകുന്നതെന്ന് പറയാണ്. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ എന്നിട്ട് ചോദിക്കുകയാണ്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനി അടുത്തത് ബ്രഹ്മാവ് അവിടെയുള്ള ഓരോ ആൾക്കാരെ പറ്റിയും ഇങ്ങനെ ചോദിച്ചറിയാണ്. എന്ന് വെച്ചാൽ അവിടെ കൃഷ്ണന്റെ കൂടെയുള്ള ഗോപികമാരൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത ചോദിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് അടുത്തത് ചോദിക്കുകയാണ്, ഈ സ്ത്രീകൾ വ്രജത്തിൽ താമസിക്കുവാൻ മാത്രം എന്ത് പുണ്യമാണ് ചെയ്തത്? നമുക്കറിയാം ശ്രീകൃഷ്ണന് കുറേ സഖിമാരുണ്ട്, കുറേ ഗോപികമാരുണ്ട്. ഇവരാണ് ശ്രീകൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള എവിടെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ രാധാറാണി ഏത് വസ്ത്രമാണ് ധരിക്കുന്നത്, രാധാറാണിയെ ഒരുക്കുന്നത്, അവര് വന്നിരിക്കുന്ന സ്ഥലമെല്ലാം ഒരുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും സഖിമാരാണ്. അവിടെ ഉള്ള വ്രജത്തിലുള്ള സ്ത്രീകളാണ്. ഇവരെങ്ങനെ ഇവര് എന്താണ് ഈ വലിയ വലിയ മഹർഷിമാർക്ക് പോലും ദുർലഭമായിട്ടുള്ള ഈ ഒരു സ്ഥാനം ഇവർക്ക് കിട്ടിയതെന്നാണ് അടുത്ത ചോദ്യം ബ്രഹ്മാവ് ചോദിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ പറയാണ്, അതിന് കുറേ എന്താണ് സ്റ്റോറി ഉണ്ട്. കുറെ എന്ന് വെച്ചാൽ കുറെ ലക്ഷമല്ല കോടിക്കണക്കിന് ഗോപികമാർ അവിടെ ഉണ്ട്. അപ്പൊ പൂർവ്വകാലത്ത് ശ്രുതിമാർ എന്ന് വെച്ചാൽ എന്താണ്? വേദങ്ങളിനെയാണ് നമ്മൾ ശ്രുതി എന്ന് വിളിക്കുന്നത്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശ്രുതിമാർ അല്ലെങ്കിൽ വേദങ്ങള് ശ്വേതദ്വീപില് ശ്രീഹരി, ഭഗവാന്റെ ശ്രീഹരി എന്നുള്ള രൂപം, ശ്രീഹരിയെ കാണുകയാണ്. എന്നിട്ട് ഭയങ്കര മധുരമായിട്ട് ശ്രീഹരിയെ സ്തുതിക്കാൻ തുടങ്ങി അവര്. അപ്പോഴത്തേക്കും ആ സ്തുതി ഭഗവാനെ പ്രകീർത്തിക്കുന്നത് കേട്ട് ഭഗവാന് ഭയങ്കര സന്തോഷമായിട്ട് ശ്രീഹരി ഈ ശ്രുതിമാരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വരമുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയാണ്. അപ്പൊ ശ്രുതിമാര് പറയാണ്, അങ്ങിപ്പം ഞങ്ങളുടെ ഈ പാട്ട് കേട്ടത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അങ്ങയുടെ ശരിക്കുമുള്ള ആ രൂപം കാണണം. ഭഗവാന്റെ ശരിക്കുമുള്ള രൂപം എന്താണ്? ഗോലോക വൃന്ദാവനത്തിലുള്ള ശ്രീകൃഷ്ണന്റെ രൂപമാണ് ശരിക്കുമുള്ള രൂപം. അപ്പൊ ശ്രുതിമാര് പറയാണ്, ശ്രുതിമാര് ശ്രീഹരിയാണല്ലോ കാണുന്നത്, അതായത് ചതുർഭുജങ്ങളോടൊക്കെ കൂടിയ ഭഗവാനെയാ കാണുന്നത്. അപ്പൊ ശ്രുതിമാര് പറയാണ്, എനിക്ക് അങ്ങയുടെ ശരിക്കുമുള്ള രൂപം കാണണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശ്രീഹരി ആ ഗോലോക വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ആ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ വൃന്ദാവനം കാണുന്നുണ്ട്, ആ ഗോവർദ്ധനം കാണുന്നുണ്ട്, അവിടെ കൂടെ ഒഴുകുന്ന യമുനാ നദി കാണുന്നുണ്ട്. അതെല്ലാം കണ്ട് അവിടെ കുറെ താമരകൾ വിടർന്നു നിൽക്കുന്ന കാണുകയാണ്. അതിന്റെ ഇടയ്ക്കായിട്ട് എന്താണ് ആ ശ്രീകൃഷ്ണനെയും ആ ശ്യാമസുന്ദര രൂപത്തിലുള്ള ആ എന്താണ് മേഘം പോലത്തെ കറുത്ത മുടിയൊക്കെയുള്ള ആ ശ്രീകൃഷ്ണനെ അവിടെ കാണുകയാണ്. ആ ശ്രീകൃഷ്ണനെ കണ്ടപ്പോഴത്തേക്കും ഇവർക്കെല്ലാം ഭയങ്കര എന്താണ് സന്തോഷമായിട്ട് എങ്ങനെങ്കിലും ഭഗവാന്റെ ആ എന്താണ് സഖിയാവാനായിട്ട് ഇവര് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീഹരി പറയാണ്, ഇനി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് പറയൂ എന്ന് പറയാണ്. ആ സമയത്താണ് ശ്രുതികൾ പറയുന്നത്, അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള ആ ഗോലോക വൃന്ദാവനത്തിലുള്ള ആ രൂപം കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ഗോപിക സഖിയാവാൻ ഞങ്ങൾക്ക് ആഗ്രഹം വരികയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴേ ഭഗവാനുമായിട്ട് വിരഹം തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ഭഗവാന്റെ ആ സഖിയാകാനുള്ള വരം തരണമേ എന്ന് ഇവര് പറയാണ്. അപ്പൊ ശ്രീഹരി പറയാണ്, ഇത് ശരിക്കും ഈ വരം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് പറയാണ്. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഗോപികമാര് ശ്രീകൃഷ്ണന്റെ അടുത്തുള്ളത്. മനസ്സിലായോ? അതുപോലെ കുറേ കോടിക്കണക്കിന് സഖിമാര് ശ്രീകൃഷ്ണന്റെ കൂടുണ്ട്. ഇവർ ഓരോരുത്തരും ആരാണെന്നുള്ളത് ഇനിയും ബാക്കിയുള്ള കഥകളിലൂടെ നമുക്ക് അറിയാം. ഹരേ കൃഷ്ണ.